പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിനും തുടക്കമെന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺ റീജിയനിലുള്ള, അതായത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ബോർഡറിന് സമീപമുള്ള ഒരു പ്രദേശമാണിത്. TTP, അതായത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സംഘടന ഈ പ്രദേശത്തുള്ള ഒരു പാകിസ്ഥാൻ പോസ്റ്റിൽ അറ്റാക്ക് നടത്തുകയും അവിടെയുള്ള 16 പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു നടപടിക്ക് പ്രതികാരം എന്ന രീതിയിൽ പാകിസ്ഥാൻ ഡിസംബർ 25-ാം തീയതി താലിബാനിലേക്ക് വലിയ രീതിയിലുള്ളൊരു സ്ട്രൈക്ക് നടത്തി. അതായത് എയർ സ്ട്രൈക്കാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു എയർ സ്ട്രൈക്കിൽ താലിബാൻ പറയുന്നത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മേലാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഈ എയർ സ്ട്രൈക്കിൽ 46 പേരാണ് മരണമടഞ്ഞത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് താലിബാൻ പറയുന്നത്. ഇതിന് പ്രതികാരം എന്ന രീതിയിൽ താലിബാൻ പാകിസ്ഥാനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നടന്നത് ഏകദേശം ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഏകദേശം 15,000-ലധികം അഫ്ഗാൻ സൈനികരാണ് ഈ ഒരു പാകിസ്ഥാൻ ബോർഡറിലേക്ക് എത്തുന്നത്. ഓർക്കണം, ഈ ഒരു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു കാലഘട്ടത്തിൽ സുഹൃത്ത് രാജ്യമായിരുന്നു. അതായത് അവരുടെ ഇടയിൽ ഇടക്ക് ഇവർ തമ്മിൽ പ്രശ്നമില്ല, ഇടക്ക് ഇവർ തമ്മിൽ നല്ല ശത്രുതയാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു റിലേഷൻ മുമ്പോട്ട് പോകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് തന്നെ ഒരു പക്ഷേ പോയേക്കാം. ഓർക്കണം, ഈ അഫ്ഗാനിസ്ഥാൻ്റെ ആർമിയുടെ കയ്യിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ്, അതായത് ഈ അമേരിക്ക ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്ന സമയത്ത് അമേരിക്ക ഉപേക്ഷിച്ച് പോയ നിരവധി അത്യാധുനിക വെപ്പണെല്ലാം തന്നെ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ അഫ്ഗാൻ ആർമിയാണ്. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ തർക്കത്തിനുള്ള പ്രധാന കാരണം, നിരവധി കാരണങ്ങളുണ്ട്, എന്നാൽ പോലും അതിൽ പ്രധാന കാരണം ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഒരു ലൈനുണ്ട്. ഈ ഡ്യൂറൻ്റ് ലൈനിന് സമീപമുള്ള ഒരു പ്രദേശമുണ്ട്. അതായത് ഇതൊരു ട്രൈബൽ ഏരിയയാണ്. ഈ ഒരു ഏരിയയ്ക്ക് FATA ഫത്ത എന്നാണ് പറയുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ട്, അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചാണ്. ഈ ഒരു റീജിയൻ, അതായത് ഈ ഡിസ്പ്യൂട്ടുള്ള ഈ ഒരു റീജിയനും പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യവും ഈ ഒരു അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം അമേരിക്ക താലിബാനാണ് ഏൽപ്പിച്ച് നൽകിയത്. എന്നാൽ ആ സമയത്ത് ഈ ഒരു കാര്യം, അതായത് ഈ താലിബാനെ ഭരണം ഏൽപ്പിച്ച് നൽകിയ ഈ ഒരു കാര്യത്തെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ കരുതിയത് ഈ താലിബാൻ ഭരണകൂടം പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുമെന്നൊരു വിചാരം, അതായത് ഒരു ധാരണയായിരുന്നു പാകിസ്ഥാന് ആ സമയത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു, പരിതസ്ഥിതിയും മാറിയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളുടെ ബന്ധവും വഷളായിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പാകിസ്ഥാനിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. അത് ബലൂചിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു ബ്ലാസ്റ്റിൽ 4 പേരുടെ മരണവും നിരവധി പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്ന് പാകിസ്ഥാനെക്കുറിച്ചും അഫ്ഗാനിസ്ഥാനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വാർത്തയും കൂടെ പറയണമെന്ന് കരുതി. കാര്യം ആ ഒരു റീജിയനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ആ ഒരു റീജിയനിലെ ഒരു കാര്യവും കൂടെ ഇവിടെ പറയുകയാണ്. ഈ ഒരു ബ്ലാസ്റ്റിന് പിന്നിൽ BLA, അതായത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഈ ഒരു ബ്ലാസ്റ്റിന് പിന്നിലെന്നാണ് പറയുന്നത്. അതായത് കറാച്ചിയിൽ നിന്നൊരു ബസ് തുർബത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. ഈ ഒരു ബസ്സിലാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അതായത് ഈ തുർബത്ത് എന്ന് പറയുന്ന ഏരിയ വളരെയധികം ഈ ഹില്ലി ഏരിയ, അതായത് പർവ്വതങ്ങളും കാര്യങ്ങളും എല്ലാം കൂടുതലുള്ളൊരു ഏരിയയാണ്. സിംഗിൾ ലൈൻ റോഡായിരുന്നു. ഈ റോഡിലാണിപ്പോൾ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ BLA പാകിസ്ഥാൻ്റെ തന്നെ ഈ ആർമി, അതുമായിട്ട് ബന്ധപ്പെടുത്തിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇവരെയൊക്കെയായിരുന്നു കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരുന്നത്. ഇതൊക്കെയാണ് പാകിസ്ഥാനും ആ ഒരു റീജിയൻ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആ ഒരു റീജിയനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള വാർത്തകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം കുറച്ച് പേരെ ഈ ഒരു വീഡിയോയ്ക്ക് കാണുന്നുള്ളൂ എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിൽ കൂടിയും കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ കൂടിയും വളരെയധികം സന്തോഷം. നിങ്ങൾ ഈ ഒരു എത്ര കണ്ട് മിനിറ്റ് ആയെന്ന് എനിക്കറിയില്ല, ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. കുറച്ച് പേര് റെഗുലറായിട്ട് എൻ്റെ വീഡിയോ, കുറച്ച് പേരേ ഉള്ളൂ, ബട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം.
സോ വളരെയധികം നന്ദി നിങ്ങൾ വീഡിയോ കാണുന്നതിന്. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടേക്ക്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അതെന്നെ പോലുള്ള തുടക്കക്കാരനായിട്ടുള്ളൊരു ആൾക്ക് അത് ഭയങ്കരധികം ഹെൽപ്ഫുള്ളായിരിക്കും. ആർക്കെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. ആരെങ്കിലും ഇവിടം വരെ എത്തുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാര്യം അതിന് മുമ്പ് ചിലപ്പം വീഡിയോ ഇതായി കാണും, ബട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ആരെങ്കിലും ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സജഷൻ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ്. താങ്ക് യു.